ഈ ഫോൺ നമ്മുടെ അടുത്ത് വന്നേക്കുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ മാറാൻ വേണ്ടിയാണ് കസ്റ്റമർ കൊണ്ട് തന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതിന് ഡിസ്പ്ലേക്ക് എന്നാ കുഴപ്പമൊന്നും. ഡിസ്പ്ലേക്ക് ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതിൻ്റെ ടച്ചിനാണ്. ബാക്കും റീസെൻറ്റും ഒന്നും വർക്കിംഗ് അല്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ എന്നോട് ചോദിച്ചു ഇത് റെഡിയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു റെഡിയാക്കാം. ഇതിൻ്റെ നമുക്ക് ടച്ച് മാത്രമായിട്ട് മാറി നമുക്ക് ഈ ഒറിജിനൽ ഡിസ്പ്ലേ തന്നെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. കസ്റ്റമർ പറഞ്ഞു അത് വേണ്ട, പുതിയ ഡിസ്പ്ലേ മാറിക്കോളാൻ പറഞ്ഞു. നമ്മൾ പറയാവുന്ന അത്രയും പറഞ്ഞു. പക്ഷേ കസ്റ്റമർ കേൾക്കത്തില്ല. അത്രയും ചിലവൊന്നും അവർക്ക് വരത്തില്ലായിരുന്നു. അപ്പോൾ അവരുടെ ക്യാഷ് അവരുടെ ഫോണ് പറയുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നും നമ്മൾ നിർബന്ധിക്കാൻ നിന്നില്ല. നമ്മളെന്നാൽ പുതിയ ഡിസ്പ്ലേ മാറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഫോൺ നമ്മളൊന്ന് അഴിച്ച് എല്ലാം റെഡിയാക്കിയിട്ട് വേണം നമുക്ക് ഡിസ്പ്ലേ മാറാൻ, ഒന്ന് ക്ലീനൊക്കെ ചെയ്യണം. അങ്ങനെ നമ്മൾ ഫ്രെയിമും എല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ഡിസ്പ്ലേ നമ്മൾ ഡാമേജ് വരുത്താണ് ഊരിയേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ എന്നോട് പറഞ്ഞു അത് വേണം നിങ്ങൾ ഊരിയെടുത്തോളാൻ പറഞ്ഞു. നമുക്ക് ആർക്കെങ്കിലും ടച്ച് പാഡ് മാറിയിട്ട് ആർക്കെങ്കിലും ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ജോഷിൻ്റെ ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അതെല്ലാം ഇട്ട് നമ്മൾ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചിട്ടൊന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. എന്നാലേ നമുക്ക് ടച്ച് കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റുള്ളൂ. ഏതോ ഷോപ്പിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ IC കംപ്ലയിൻ്റ് ആണ്, അതുകൊണ്ടാണ് അവിടെ ടച്ച് വർക്ക് ചെയ്യാത്തതെന്നാണ് പറഞ്ഞത്. എന്തായാലും അങ്ങനെ പണി കിട്ടിയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് നമുക്കെല്ലാം ചെക്ക് ചെയ്തിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ എല്ലാം ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് ഇതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമില്ല. ICക്കൊന്നും കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ടച്ചൊക്കെ പക്കാ വർക്കിംഗ് ആണ്. അപ്പോൾ ടെക്നീഷ്യൻ അഴിച്ചു നോക്കാതായിരിക്കും പറഞ്ഞത്. എന്തായാലും ഡിസ്പ്ലേ ഒന്നും മാറാതൊക്കെ അങ്ങനെയൊക്കെ നമ്മളൊരു കസ്റ്റമറോട് പറഞ്ഞു കഴിയുമ്പോൾ ഉള്ള വിഷയം എന്നാന്ന് വെച്ചാൽ വേറെ ഷോപ്പിൽ ചെല്ലുമ്പോഴാണ് സത്യാവസ്ഥ അവരറിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൂ നമ്മളെ വിലയിരുത്തത്തുള്ളൂ. എന്തായാലും ഇത് റെഡി ആയിട്ടുണ്ട്.